കോണിക് സെക്ഷൻസ് നമുക്ക് നോക്കാം. A cone formed when a right-angled triangle with an apex is rotated about its altitude as the axis. അതായത് നമുക്കൊരു ഫിഗർ നോക്കുമ്പോൾ മനസ്സിലാകും, ഒരു കോൺ, ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ, ഒരു കോൺ ഫോം ചെയ്ത് എങ്ങനെയാണ് ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ഒരു ആക്സിസിന് അബൌട്ടായിട്ട് റൊട്ടേറ്റ് ഇനി ക്ലോസ്ഡ് കർവ്ഡ് സർഫസ്, അതായത് ഒരു എൻഡ് ഫിക്സഡും ഒരു എൻഡ് ക്ലോസ്ഡ് കർവ്ഡ് സർഫസിലായിരിക്കും റൊട്ടേറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഫോം ചെയ്യുന്നതാണ് എന്തെന്ന് പറഞ്ഞൊരു കോൺ എന്ന് പറയുന്നത്. ഇനി കോണിൽ തന്നെ ഡിഫറെൻറ്റ് കമ്പോണൻസ് ഉണ്ട്. അതിൻ്റെ ടോപ്പ് മോസ്റ്റ് പോർഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഫിക്സഡ് പോയിൻറ്റിനെ നമ്മൾ എന്തെന്ന് പറയും, വേർട്ടെക്സ് എന്ന് പറയും. അതിൻ്റെ ആ ഒരു നമുക്ക് കാണാൻ പറ്റും, അതിനെന്ത് പറയും, ആ ഒരു സൈഡ് പോർഷൻ എന്ന് പറയും, അതിൻ്റെ ജനറേറ്റർ എന്ന് പറയും. പിന്നെന്താണ്, അതിൻ്റെ യെല്ലോ കളറിൽ കാണുന്ന ഡോട്ടഡ് ലൈൻസിന് എന്തെന്ന് പറയും, ഒരു ആക്സിസ് ഓഫ് എ കോൺ എന്ന് പറയും. ഒരു കോണിന് എന്ത് സർഫസ് ആയിരിക്കും, ഒരു കർവ്ഡ് സർഫസ് ആയിരിക്കും ഉള്ളത്. അപ്പോൾ ഒരു വേർട്ടെക്സ്, ജനറേറ്റർ, കർവ്ഡ് സർഫസ്, ഒരു ആക്സിസ് ഓഫ് എ കോൺ. ഇനി ഈ കോണിൽ തന്നെ നമുക്കൊരു 3 ടേംസ് നോക്കാനായിട്ടുണ്ട്. ഏതൊക്കെയാണ്? കട്ടിംഗ് പ്ലെയിൻ, കോണിക്സ് ആൻഡ് ഡയറക്ട്രിക്സ്. അതാണ് ഉള്ളത്. കട്ടിംഗ് പ്ലെയിൻ എന്താണ്? ഒരു കോണിനെ നമ്മൾ ഡിഫറെൻറ്റ് സ്ട്രെയിറ്റ് പ്ലെയിൻസ് ഉപയോഗിച്ച് കട്ട് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് എന്തെന്ന് പറയുന്നത് കട്ടിംഗ് പ്ലെയിൻ എന്ന് പറയുന്നത്. അതായത് വെൻ എ കോൺ ഈസ് കട്ട് ബൈ ഡിഫറെൻറ്റ് സ്ട്രെയിറ്റ് പ്ലെയിൻസ് ആണ് കട്ടിംഗ് പ്ലെയിൻ. നമുക്കൊരു ഫിഗർ നോക്കാം. ഈ ഒരു ഫിഗർ എടുക്കുകയാണെങ്കിൽ ഈ ഒരു കോണിന് നമ്മളൊരു കട്ടിംഗ് പ്ലെയിൻ വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത്. അതാണ് അതിൻ്റെ കട്ടിംഗ് പ്ലെയിൻ എന്ന് പറയുന്നത്. ഇനി ട്രൂ ഷേപ്സ് ഓഫ് എ കട്ട് സർഫസ് ദാറ്റ് ആർ ഒബ്റ്റെയിൻഡ് ആർ നോൺ ആസ് കോണിക്സ്. അതായത് ഒരു കോണിന് നമ്മളൊരു കട്ടിംഗ് പ്ലെയിൻ ഉപയോഗിച്ച് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ഫോം ചെയ്യുന്ന എന്താണ്, ഒരു ട്രൂ ഷേപ്സ് ആണ് എന്ന് പറയുന്നത് കോണിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കോണിനെ നമ്മൾ കട്ടിംഗ് പ്ലെയിൻ വെച്ച് ഡിഫറെൻറ്റ് രീതിയിൽ കട്ട് ചെയ്യുന്നതിൻ്റെയും ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കോണിക് സെക്ഷൻസ് ഫോം ചെയ്യും. അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഇവിടെ കാണിക്കുന്ന ആ ഒരു കോണിനെ ഒരു കട്ടിംഗ് പ്ലെയിൻ വെച്ച് കട്ട് ചെയ്യുമ്പോൾ ടോപ്പ് മോസ്റ്റ് പോർഷൻ നമ്മൾ എടുത്ത് മാറ്റുമ്പോൾ ടോപ്പിൽ നോക്കുമ്പോൾ എന്തൊരു സർക്കിൾ നമുക്ക് കാണാൻ പറ്റും. അതാണ് ആ യെല്ലോ കളറിൽ കാണിച്ചിരിക്കുന്നത്. ഇവിടെ ഫോം ചെയ്ത കോണിക് സെക്ഷൻ ഒരു സർക്കിളാണ്. ഇനി അടുത്ത എന്താണ്, ഒരു ഡയറക്ട്രിക്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ഒരു കോണിൻ്റെ എന്താണ് കമ്പോണൻസ് പഠിച്ചപ്പോൾ പറഞ്ഞു, ഫിക്സഡ് പോയിൻ്റ് ഓഫ് എ കോൺ എന്ന് പറയുന്നത് എന്താണ്, വേർട്ടെക്സ് ആണ്. അതുപോലെ ഫിക്സഡ് ലൈൻ ഓഫ് എ കോണിക് സെക്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, അതിൻ്റെ ഡയറക്ട്രിക്സ് ആയിരിക്കും. എന്താണ്, എ ലൈൻ യൂസ്ഡ് ടു കൺസ്ട്രക്ട് ആൻഡ് ഡിഫൈൻ എ കോണിക് സെക്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, അതിൻ്റെ ഡയറക്ട്രിക്സ് ആയിരിക്കും. ഇനി ഓരോ കോണിക് സെക്ഷൻസ് ആയിട്ട് പഠിക്കാം. നമുക്ക് പഠിക്കാനായിട്ടുള്ള കോണിക് സെക്ഷൻസ് സർക്കിളുണ്ട്, എലിപ്സ് ഉണ്ട്, പരാബോള, ഹൈപ്പർബോള ആൻഡ് ആൻ ഐസോസ്ലെസ് ട്രയാങ്കിൾ. അതിൽ ഫസ്റ്റ് എന്താണ് സർക്കിൾ എന്ന് നോക്കാം. സർക്കിൾ എന്താണ്, ഒരു പ്ലെയിനിൻ്റെ ആക്സിസിന് പെർപെൻഡിക്കുലറായിട്ട് നമ്മൾ കട്ട് ചെയ്യും. പ്ലെയിൻ കട്ടിങ് പെർപെൻഡിക്കുലർ ടു ദ ആക്സിസിന് പെർപെൻഡിക്കുലറായിട്ട് കട്ട് ചെയ്യുന്നതിനാണ് എന്തെന്ന് പറയുന്നത് സർക്കിൾ എന്ന് പറയുന്നത്. ആ ഒരു ഫിഗർ നോക്കുമ്പോൾ അതിൽ ആ റെഡ് കളറിൽ കാണുന്ന പോർഷൻസാണ് എന്തെന്ന് പറയുന്നത് ആക്സിസ് ഓഫ് എ കോൺ. അതിന് നമ്മൾ പെർപെൻഡിക്കുലറായിട്ടൊരു പ്ലെയിൻ വെച്ച് കട്ട് ചെയ്യുകയാണ്. അങ്ങനെ ഫോം ചെയ്യുന്നത് എന്താണ്, ആ യെല്ലോ കളറിൽ സർക്കിൾ ഫോം ചെയ്യും. ഇനി എലിപ്സ് എന്താണെന്ന് നോക്കാം. എലിപ്സ് എന്താണ്, ഒരു കട്ടിംഗ് പ്ലെയിൻ ഇൻക്ലൈൻ ടു ദ ആക്സിസ് ഓഫ് എ കോൺ ആൻഡ് കട്ടിംഗ് ഓൾ ജനറേറ്റേഴ്സ്. അതായത് ഒരു കോണിൻ്റെ ആക്സിസിനെ ഇൻക്ലൈൻഡ് ആയിട്ട് കട്ട് ചെയ്യുകയും എല്ലാ ജനറേറ്ററിൽ കൂടെയും പാസ് ചെയ്യും. അങ്ങനെയാണ് എന്ത് ഫോം ചെയ്യുന്നത്, എലിപ്സ് ഫോം ചെയ്യുന്നത്. ജനറേറ്റേഴ്സ് എന്താണെന്നൊക്കെ നമ്മൾ പ്രീവിയസ്ലായിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജനറേറ്ററിൽ കൂടെ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ എന്താ കാണാൻ പറ്റുക, ഫിഗർ നോക്കുമ്പോൾ നമുക്ക് ആ പ്ലെയിൻ ഇൻക്ലൈൻഡ് ആയിട്ട് കട്ട് ചെയ്ത് 2 ജനറേറ്ററിൽ കൂടെ അല്ലെങ്കിൽ എല്ലാ ജനറേറ്ററിൽ കൂടെയും പാസ് ചെയ്തിട്ട് അവിടെ എന്ത് ചെയ്യും, എലിപ്സ് ഫോം ചെയ്യും. അതിന് എത്ര ഡയറക്ട്രിക്സ് ആണ്, 2 ഡയറക്ട്രിക്സ് ആണ് ഉള്ളത്. ഇനി കുറച്ച് ടേംസ് ഉണ്ട്, നമ്മൾ എലിപ്സിന് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ടേംസ് ഒന്ന് പറഞ്ഞിട്ട്. ഏതൊക്കെയാണ്, എക്സെൻട്രിസിറ്റി ഉണ്ട്, ഓർഡിനേറ്റ്, ലാറ്റിസ് റെക്റ്റം, മേജർ ആക്സിസ്, മൈനർ ആക്സിസ് ആണ് ഉള്ളത്. അതിൽ മേജർ ആക്സിസ് എന്താണെന്ന് നോക്കാം. ആ ഒരു എലിപ്സിൻ്റെ ഫസ്റ്റ് ഫിഗർ എടുത്ത് നോക്കിയാൽ അതിൽ കാണുന്ന ഒരു റെഡ് ഡോട്ട് ലൈൻസ് ആയിരിക്കും എന്തെന്ന് പറഞ്ഞാൽ അതിൻ്റെ മേജർ ആക്സിസ് എന്ന് പറയുന്നത്. ആ ഒരു ബ്ലൂ ഡോട്ടഡ് ലൈൻ ആയിരിക്കും എന്തെന്ന് പറഞ്ഞാൽ അതിൻ്റെ മൈനർ ആക്സിസ് എന്ന് പറയുന്നത്. ഇനി എന്താണ് എക്സെൻട്രിസിറ്റി നോക്കാം. ഇറ്റ് ഈസ് എ ഡിസ്റ്റൻസ് ഫ്രം എനി പോയിൻ്റ് ഓൺ ദ കോണിക് സെക്ഷൻ. ഒരു കോണിക് സെക്ഷൻ്റെ ഏതൊരു പോയിൻറ്റിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ടു ഇറ്റ്സ് ഫോക്കസ്
ഫോക്കസിലേക്കുള്ള ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം ദാറ്റ് പോയിൻറ്റ് ടു ദ നിയറസ്റ്റ് ഡയറക്ട്രിക്സിലേക്കുള്ള ഡിസ്റ്റൻസ്. ഇനി എന്താണ് ഓർഡിനേറ്റ് എന്ന് നോക്കാം. എനി പോയിൻറ്റ് ഫ്രം പരാബോള ടു മേജർ ആക്സിസ്, ഏതൊരു പോയിൻറ്റിൽ നിന്നും, അതായത് ഒരു എലിപ്സോ അല്ലെങ്കിൽ പരാബോളയുടെ ഏതൊരു പോയിൻറ്റിൽ നിന്നും അതിൻ്റെ മേജർ ആക്സിസിലേക്ക് പോകുന്നതിനെയാണ് ഓർഡിനേറ്റ് എന്ന് പറഞ്ഞത്. അതായത് ഒരു ഫസ്റ്റ് ഫിഗർ ആയാലും സെക്കൻഡ് ഫിഗർ നോക്കി നമുക്കറിയാൻ പറ്റും ആ ഒരു എലിപ്സിൻ്റെ ഒരു പോയിൻറ്റിൽ നിന്ന് മേജർ ആക്സിസിലേക്ക് വരുന്ന ആ ഒരു ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്, അതിൻ്റെ ഓർഡിനേറ്റ് എന്ന് പറയുന്നത്. മേജർ പോയിൻറ്റിൽ നിന്നും അതിൻ്റെ മേജർ ആക്സിസിലേക്ക് വരുന്ന ഇനിയാണ് ഓർഡിനേറ്റ് എന്ന് പറയുന്നത്. ആ ഫിഗറിൽ കാണിച്ചിട്ടുണ്ട്. ഇനി ഈ ഓർഡിനേറ്റ് ഡബിൾ ഓർഡിനേറ്റിന് പറയുന്ന പേരാണ് ലാക്റ്റിസ് റെക്റ്റം. അതായത് ഒരു പോയിൻ്റ് ഓഫ് എലിപ്സ് ടു മേജർ ആക്സിസും അടുത്ത പോയിന്റിൽ നിന്ന് മേജർ ആക്സിസ് വരുന്ന ആ ഒരു പോർഷനെയാണ് എന്ന് പറയുന്നത് ലാക്റ്റിസ്. ആ ഒരു ഡബിൾ ഓർഡിനേറ്റ് ഫോം ചെയ്യുന്നതിനാണ് ലാക്റ്റിസ് റെക്റ്റം എന്ന് പറയുന്നത്. അപ്പം എലിപ്സിന് റിലേറ്റഡ് ടേംസ് എക്സെൻട്രിസിറ്റി ഉണ്ട്, ഓർഡിനേറ്റ് ഉണ്ട്, ലാക്റ്റിസ് റെക്റ്റം ഉണ്ട്, മേജർ ആക്സിസ്, മൈനർ ആക്സിസ്. അടുത്തത് എന്താണ്, പരാബോള. നമ്മൾ സർക്കിൾ നോക്കി എലിപ്സ് നോക്കി, ഇനി അടുത്തത് പരാബോള. പരാബോള എന്ന് പറയുമ്പോൾ എന്താണ്, കട്ടിംഗ് പ്ലെയിൻ ഈസ് ഇൻക്ലൈൻഡ് ടു ദ ആക്സിസ് ആൻഡ് പാരലൽ ടു വൺ ഓഫ് ദ ജനറേറ്റേഴ്സ്. ഏതെങ്കിലും ഒരു ജനറേറ്ററിന് പാരലും ആയിരിക്കും, ആക്സിസിന് ഇൻക്ലൈൻഡ് ആയിട്ടായിരിക്കും കട്ട് ചെയ്യുക. അതിനാണ് പരാബോള എന്ന് പറയുന്നത്. അതിൽ എന്തൊക്കെയാണ്, ഒരു ഫോക്കസും ഒരു ഡയറക്ട്രിക്സുമാണ് ഉള്ളത്. നമുക്ക് ആ ലെഫ്റ്റ് സൈഡിലെ ഫിഗർ നോക്കിയാൽ ആ 4നും 5നും ഇടയ്ക്ക് ഫോം ചെയ്ത് എന്താണ്, ഫോക്കസ് ഓഫ് എ പരാബോള കാണാനായിട്ട് പറ്റും. ആ ഗ്രീൻ കളറിൽ കാണുന്നത് ഡയറക്ട്രിക്സ് ഓഫ് എ പരാബോള. ഇനി റൈറ്റ് സൈഡിലെ ഫിഗർ നോക്കുമ്പം എന്താണ്, ഇൻക്ലൈൻഡ് ടു ദ ആക്സിസും ഒരു ജനറേറ്റർ കൂടെ പാസ് ചെയ്യുന്നതും കാണാനായിട്ട് പറ്റും. ഇനി ആപ്ലിക്കേഷൻ എന്തൊക്കെയാണ്, ആർച്ചസിൽ ഉപയോഗിക്കും. പാരാബോളിക് ഷേപ്സ് ഒക്കെ നമ്മൾ എവിടെയാണ് കാണുന്നത്, ആർച്ചസ്, ബ്രിഡ്ജസ്, വാൾ ബ്രാക്കറ്റ്, സ്ട്രെസ് അപ്പോൺ ബീപ്സ് ആൻഡ് ഗേർഡേഴ്സ്, ഇതൊക്കെയാണ് നമുക്ക് കാണുന്നത്. ഈ ഒരു ഫിഗർ കാണാൻ പറ്റും, എന്താണ് കട്ട് ചെയ്തിട്ട് പാരാബോള ഫോം ചെയ്യുന്നത്. ഇനി അടുത്തെന്താണ്, ഹൈപ്പർബോളയാണ് വരുന്നത്. A section obtained by cutting a right circular cone by a section plane parallel to the axis of a cone. അതായത് ഒരു റൈറ്റ് സർക്കുലർ കോണ് എന്ത് ചെയ്യും, നമ്മൾ ആക്സിസിനെ പാരലായിട്ട് കട്ട് ചെയ്യും. അങ്ങനെ ഫോം ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഇൻക്ലിനേഷൻ വെച്ച് കട്ട് ചെയ്യും. അങ്ങനെയാണ് എന്ന് പറയുന്ന ഹൈപ്പർബോള ഫോം ചെയ്യുന്നത്. അതിൽ പാരലൽ ടു ദ ആക്സിസ് ആണെങ്കിൽ അവിടെ ഫോം ചെയ്യുന്നതിനൊരു പേര് പറയും റെക്റ്റാങ്കുലർ ഹൈപ്പർബോള എന്ന് പറയും. ഇനി ഈ ഹൈപ്പർബോളയിൽ എന്താണ്, നമുക്ക് ഈ ഒരു ഫിഗർ നോക്കുമ്പം ആക്സിസ് ഒരിക്കലും ഒരു കട്ടിംഗ് പ്ലെയിൻ ഒരിക്കലും എന്തി കൂടെ പാസ് ചെയ്യത്തില്ല, അപ്പിക്സ് കൂടി കട്ട് ചെയ്യത്തില്ല. അതാണ് ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പെക്സ് കൂടെ അല്ല കട്ട് ചെയ്യുന്നത്, കുറച്ച് മാറിയിട്ടായിരിക്കും കട്ട് ചെയ്യുന്നത്. ഇതെന്ന് പറഞ്ഞാൽ ഒന്നുകിൽ പാരലായിട്ട് കട്ട് ചെയ്യും, അല്ലെങ്കിൽ ചെറിയൊരു ഇൻക്ലൈൻഡ് പോർഷനായിട്ട് കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിന് 2 ഡയറക്ട്രിക്സും 2 ഫോക്കസുമാണ് ഉള്ളത്. ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. കൂളിംഗ് ടവർ, റഡാർ ആൻറ്റിന, ഡിസൈൻ ഓഫ് എ വാട്ടർ ചാനലാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് പറയുന്നത്. നമുക്ക് ഈ ഒരു ലെഫ്റ്റ് സൈഡിലെ ഫിഗർ നോക്കുമ്പോൾ ഹൈപ്പർബോള കാണാനായിട്ട് പറ്റും. ഇനി ഐസോസ്ലെസ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു കോണിൻ്റെ അപ്പെക്സിൽ കൂടി നമ്മളൊരു കട്ടിംഗ് പ്ലെയിൻ വെച്ച് കട്ട് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ഐസോസ്ലെസ് ട്രയാങ്കിൾ എന്ന് പറയുന്നത്. ഇനി ഐസോസ്ലെസ് ട്രയാങ്കിൾ എന്ന് പറയുന്നത് കട്ടിംഗ് പ്ലെയിൻ എന്ന് പറയുന്നത് അപ്പെക്സ് ഓഫ് എ കോണിൽ കൂടെ കട്ട് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ഐസോസ്ലെസ് ട്രയാങ്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും നോക്കിയാൽ ഏതൊക്കെ കോണിക് സെക്ഷൻസ് നോക്കി, എന്താണ് ആദ്യം കോണെന്ന് നോക്കി, ഇനി എന്താണ് സർക്കിൾ, കോണിക് സെക്ഷൻസ് ആയ സർക്കിൾ നോക്കി, എലിപ്സ് നോക്കി, പാരാബോള നോക്കി, ഹൈപ്പർബോള നോക്കി, ഐസോസ്ലെസ് ട്രയാങ്കിൾ നോക്കി. ഇനി കുറച്ച് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളുണ്ട്, എക്സാംസിനൊക്കെ എപ്പോഴും ചോദിക്കുന്നതാണ്. അതിൻ്റെ കോണിക് സെക്ഷൻസിൻ്റെ എക്സെൻട്രിസിറ്റിയും ഡയറക്ട്രിക്സും. സർക്കിളിൻ്റെ എക്സെൻട്രിസിറ്റി എത്രയാണ്, 0 ആണ്. എലിപ്സിൻ്റെത് <1 ആണ്. പരാബോളയുടേത് 1 ആണ്. ഹൈപ്പർബോളയുടേത് <1 ആണ്. ഇനി ഇതിൻ്റെയൊക്കെ ഡയറക്ട്രിക്സ് നോക്കാം. എലിപ്സിൻ്റെത് 2, പാരാബോളയുടേത് 1, ഹൈപ്പർബോളയുടേത് 2. നമുക്കൊരു റൈറ്റ് സൈഡിലൊരു ഫിഗർ നോക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് പറ്റും. അതിൽ ആ ഒരു ഗ്രീൻ കളറാണ് എലിപ്സ് എന്ന് പറയുന്നത്. എലിപ്സിൻ്റെ എക്സെൻട്രിസിറ്റി <1 ആണ്. ഡാർക്ക് പിങ്ക് കളറിൽ കാണുന്നത് നമുക്ക് എന്താണ് പരാബോള കാണാനായിട്ട് പറ്റും. അതിൻ്റെ എക്സെൻട്രിസിറ്റി =1 ആണ്. പിന്നെന്താണ് ഒരു ബ്ലൂവും വയലറ്റ് കാണുന്ന എന്താണ് ഹൈപ്പർബോളയാണ്. അതിൻ്റെ എക്സെൻട്രിസിറ്റി <1. പിന്നെ റെഡ് കളറിൽ കാണുന്ന ഡയറക്ട്രിക്സ് ആണ്.
ഇനി ഈ ഒരു ഫിഗറിന് നമുക്ക് ഒരു കട്ടിങ് പ്ലെയിൻ കട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ഡിഫറെൻറ്റ് സെക്ഷൻസ് നമുക്ക് കാണാനായിട്ട് പറ്റും. ആദ്യം ഫോം ചെയ്യുന്നത് എന്താണ്, നമ്മുടെ സർക്കിളാണ് പാരലായിട്ട് പെർപെൻഡിക്കുലറായിട്ട് കട്ട് ചെയ്യുമ്പോൾ, പിന്നെ ഇൻക്ലൈൻഡ് എലിപ്സ് ഫോം ചെയ്യും, പരാബോള, പിന്നെ എന്താണ് റെക്റ്റാങ്കുലർ പരാബോള, റെക്റ്റാങ്കുലർ ഹൈപ്പർബോള അല്ലെങ്കിൽ ഹൈപ്പർബോള ഫോം ചെയ്യും. ഇനി ഈ രണ്ട് ഫിഗറോടെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകാൻ പറ്റും. അതായത് ആദ്യം പെർപെൻഡിക്കുലർ ടു ദ ആക്സിസ് ആണെങ്കിൽ എന്ത് ഫോം ചെയ്യും, സർക്കിൾ ഫോം ചെയ്യും. ഇൻക്ലൈൻഡ് ആയിട്ടാണെങ്കിൽ എലിപ്സ്, ഒരു ജനറേറ്റർ കൂടെ പാസ് ചെയ്യുകയാണെങ്കിൽ പരാബോള, അടുത്തത് ഹൈപ്പർബോള. ഈ കട്ടിങ്ങും ഈ ഒരു ഇതും കൂടെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇനി പിന്നെ നമ്മൾ ഇത്രയും പഠിച്ചു കഴിഞ്ഞ് ഇത് വെച്ചിട്ട് ഒരു 5 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വിച്ച് കോണിക് സെക്ഷൻ ഈസ് വൈഡ്ലി യൂസ്ഡ് ഇൻ എഞ്ചിനീയറിംഗ് ആപ്ലിക്കേഷൻ. എഞ്ചിനീയറിംഗ് ആപ്ലിക്കേഷൻസിൽ വൈഡ്ലി യൂസ് ചെയ്യുന്ന കോണിക് സെക്ഷൻസ് ഏതാണ്? പാരാബോള ആണോ, ഹൈപ്പർബോള ആണോ, എലിപ്സ് ആണോ, കോണാണോ? അത് ഹൈപ്പർബോള. ഇനി എക്സെൻട്രിസിറ്റി ഇ ഓഫ് എ പരാബോള. പരാബോളയുടെ എക്സെൻട്രിസിറ്റി എത്രയാണ്? 1 ആണ്. എക്സെൻട്രിസിറ്റി ഓഫ് എ സർക്കിൾ 0. ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ എന്താണ്? പരാബോള ഈസ് എ കോണിക് സെക്ഷൻ ഹാവിങ്. എത്ര ഡയറക്ട്രിക്സും എത്ര ഫോക്കസും എന്നാണ് ക്വസ്റ്റ്യൻ. എത്രയാണ്? 1 ഫോക്കസും 1 ഡയറക്ട്രിക്സും ആണ് ഉള്ളത്. ഇനി ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? പാത്ത് ട്രേസ്ഡ് ബൈ എ ബോൾ ത്രോൺ അപ്പ് ഇൻ എയർ. എയറിൽ നമ്മളൊരു ബോൾ ത്രോൺ ചെയ്യുമ്പോൾ അതെടുക്കുന്ന പാത്ത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? പാരാബോളിക് പാത്താണ്. ഇനി